ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 19ാമത്തെ നക്ഷത്രമാണ് മൂലം. കേതു ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മൂലം. മൂലം നക്ഷത്രക്കാർ പൊതുവെ അന്വേഷണ തൃഷ്ണയുള്ളവരും സത്യസന്ധരും ധീരന്മാരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഇവർക്ക് നല്ല ഉൾക്കാഴ്ചയും നിശ്ചയദാർഢ്യവും ഉണ്ടാകും. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും മൂലം നക്ഷത്രക്കാർ. 2025 ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി മൂലം നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും. സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതും ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും വക്രഗതിയും ഫലങ്ങളെ സ്വാധീനിക്കും. രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും പരസ്പരമുള്ള യോഗങ്ങളും മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നൽകും. 2025 ഡിസംബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങളുടെ ധീരമായ സ്വഭാവവും ഉൾക്കാഴ്ചയും ചില നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഈ മാസം അവസരം ലഭിക്കും. ആത്മീയ ദാർശനിക വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. ഇത് നിങ്ങളുടെ അറിവിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഉൾക്കാഴ്ചയും നിശ്ചയദാർഢ്യവും ഈ മാസം വളരെ സഹായകമാകും. കാര്യങ്ങളുടെ നിഗൂഢ വശങ്ങൾ മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കും. സ്വയം വിലയിരുത്താനും ആത്മപരിശോധന നടത്താനും ഈ മാസം നല്ലതാണ്. നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അവയെ അതിജീവിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ ഈ മാസം പ്രകടമാകും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ടീമിനെ നയിക്കാനും അവസരം ലഭിക്കും. എന്നാൽ ചില എതിർപ്പുകളും നേരിടേണ്ടി വന്നേക്കാം. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ചില ആഗ്രഹങ്ങൾ ഭാഗികമായി സഫലമാകാൻ സാധ്യതയുണ്ട്. അതിനായി കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ലഭിക്കുന്ന അവസരങ്ങൾ ശ്രദ്ധാപൂർവം പ്രയോജനപ്പെടുത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും മടി കാണിക്കരുത്. നേരിടുന്ന വെല്ലുവിളികളെ ധൈര്യത്തോടും വിവേകത്തോടെയും നേരിടുക. ആത്മവിശ്വാസം നിലനിർത്തുക. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. സാമൂഹിക ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. സാമ്പത്തികപരമായും തൊഴിൽപരമായും മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്രതീക്ഷിത നേട്ടങ്ങൾക്കൊപ്പം ചില സാമ്പത്തിക വെല്ലുവിളികളും ഉണ്ടാകാം. വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് അപ്രതീക്ഷിത വഴികളിലൂടെ ആയിരിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ നിന്നോ ഊഹക്കച്ചവടത്തിൽ നിന്നോ ചെറിയ ലാഭം ലഭിക്കാം. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരാനും സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങും മുമ്പ് നന്നായി പഠിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക. അനാവശ്യമായ ധൃതി ഒഴിവാക്കുക. ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ യാത്രകൾക്കോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. ആഡംബരപരമായ ചെലവുകൾ ഒഴിവാക്കുക. നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങളുടെ ഗവേഷണ താല്പര്യങ്ങൾക്കും ആത്മീയ അറിവിനും അംഗീകാരം ലഭിക്കാം. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും ശ്രദ്ധയോടെ പെരുമാറുക. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം പുതിയ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ വെല്ലുവിളികളും ഉണ്ടാകാം. ഗവേഷണം, ആത്മീയ ഉൽപ്പന്നങ്ങൾ, കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ കരാറുകൾ ഒപ്പിടും മുമ്പ് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ ലഭിക്കുന്ന ജോലിയെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. അപ്രതീക്ഷിതമായ ചില അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക. പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക. സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക. എന്നാൽ ജാഗ്രത പാലിക്കുക. കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അവയെ തരണം ചെയ്യാൻ സാധിക്കും. വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ ഈ മാസം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ്. പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുകയും ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പ്രണയിക്കുന്നവർക്ക് ഈ മാസം ബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പരസ്പരം തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. ചില സൗഹൃദങ്ങളിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക.
മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. ആത്മീയ വളർച്ചയ്ക്ക് ഇത് നല്ല സമയമാണ്. ധ്യാനത്തിനും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും. ദിവസവും കുറഞ്ഞത് കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും. മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും. ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും. ദിവസവും കുറഞ്ഞത് കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക. ധ്യാനം ശീലമാക്കുക. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ആരോഗ്യപരമായി മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജി, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സന്ധിവേദന എന്നിവ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവ പിന്തുടരുക. കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം പനി, ചുമ പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം കൂടാൻ സാധ്യതയുണ്ട്. കുടുംബപരമായും തൊഴിൽപരമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാനസിക സമാധാനം കെടുത്താം. ധ്യാനം, യോഗ, സംഗീതം കേൾക്കുക എന്നിവ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക. എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക. ദിവസവും വ്യായാമം ചെയ്യുക. കൃത്യമായ ഉറക്കം ശീലമാക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. ധാരാളം വെള്ളം കുടിക്കുക. ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം ലഭിക്കും. അധ്യാപകരുടെ സഹായം തേടാൻ മടിക്കരുത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. അപ്രതീക്ഷിത ചോദ്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ അതിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഗവേഷണ വിഷയങ്ങളിൽ താല്പര്യം കൂടും. ഈ മാസം മൂലം നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഗവേഷണപരമായ കാര്യങ്ങൾക്കും യാത്രകൾ വേണ്ടി വന്നേക്കാം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. ഗവേഷണപരമായ കാര്യങ്ങൾക്കായി യാത്രകൾ വേണ്ടി വന്നേക്കാം. പുതിയ അറിവുകൾ നേടാൻ ഇത് സഹായിക്കും. ആത്മീയപരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആവശ്യമായ രേഖകൾ കൈവശം കരുതുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഈ മാസം മൂലം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അന്വേഷണ തൃഷ്ണയും ഉൾക്കാഴ്ചയും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് ഗുണകരമാകും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. പ്രഭാതത്തിൽ ഉണർന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. കേതു മന്ത്രങ്ങൾ ജപിക്കുക. വെളുത്ത എള്ള്, കറുത്ത പുതപ്പ് എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ മൂലം നക്ഷത്രത്തിന്റെ ദേവതയായ നിര്യതിയെ ഭജിക്കുന്നത് നല്ലതാണ്. നരസിംഹമൂർത്തിയെ ഭജിക്കുന്നത് ശത്രുദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. മൂലം നക്ഷത്രക്കാർക്ക് കേതുവിന്റെ രത്നമായ വൈഡൂര്യം ധരിക്കുന്നത് പൊതുവെ നല്ലതാണ്. എന്നാൽ രത്നം ധരിക്കുന്നതിന് മുൻപ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. 2025 ഡിസംബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. നിങ്ങളുടെ അന്വേഷണ തൃഷ്ണയും ഉൾക്കാഴ്ചയും ഈ മാസം നിങ്ങൾക്ക് ഗുണകരമാകും. എന്നാൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വരാം. സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും മിതമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും. ഈ ഫലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം. കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്.